നമസ്കാരം. നോർത്ത് അമേരിക്കൻ മലയാളികളുടെ വാർത്തകളും വിശേഷങ്ങളുമായി അവനിയർ എൻടെക് സൊല്യൂഷൻസ് അമേരിക്കൻ ഡ്രീംസ് പവർഡ് ബൈ ജിജി തോമസ് റിയൽറ്റർ കോ പ്രസന്റഡ് ബൈ ടേസ്റ്റ് ഓഫ് കേരളയുടെ പുതിയൊരധ്യായം ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നാദ്യം കോവിഡിനെ അതിജീവിച്ച് ഡിട്രോയിൽ നിന്നുമുള്ള ജെയിംസും ഷോളി കുരിക്കാട്ടിലും അവരുടെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഫ്ലവേഴ്സ് TV USA ഷിക്കാഗോ സ്റ്റുഡിയോയിൽ നിന്നും ബിജു സക്കറിയ നമ്മോടൊപ്പം ചേരുന്നു. താങ്ക് യു ജിനു. ജിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ജെയിംസും ഷോളി കുരിക്കാട്ടിലുമാണ്. തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ആതുര ശുശ്രൂഷ സേവന രംഗത്ത് ഡിട്രോയിറ്റിൽ ജോലി ചെയ്യുന്നു. ഒപ്പം മുന്നണി പോരാളികളുമാണ് ഈ ഒരു കോവിഡിനോട് പൊരുതാനായിട്ട്. ഹലോ ജെയിംസ് ആൻഡ് ഷോളി, വെൽക്കം ടു ഫ്ലവേഴ്സ് TV USA. എങ്ങനെ പോകുന്നു ഡിട്രോയിറ്റിലെ കാര്യങ്ങളൊക്കെ ജെയിംസ്? ഡെട്രോയിറ്റിൽ രോഗവ്യാപനം വളരെ അധികമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ന്യൂയോർക്കും ന്യൂജേഴ്സിയും കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഏതാണ്ട് 40,000-40,000 അടുത്ത കേസുകളായി. ക്ലോസ് ടു 4,000 ആളുകൾ ഇവിടെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തിരി മോശമായ രീതിയിൽ കൂടി ഒരു സമൂഹ വ്യാപനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു അസുഖം മനസ്സിലാക്കിയത്? എങ്ങനെയായിരുന്നു പകർന്നത്? എൻ്റെ പ്രൊഫഷൻ ഫിസിക്കൽ തെറാപ്പിയാണ്. ഞാനിവിടുത്തെ ഒരു സീനിയർ കെയർ സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഷ്യൻ്റ്, അവർ കോവിഡ് പേഷ്യൻ്റ് ആയിരുന്നില്ല, മറ്റ് രോഗങ്ങൾക്ക് അവിടെ നഴ്സിംഗ് ഹോമിൽ വന്ന ഒരു പേഷ്യൻ്റ് ഒരു സുപ്രഭാതത്തിൽ രോഗം കൂടി ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്നാണ് ആ പേഷ്യൻ്റ് കോവിഡ് പോസിറ്റീവ് ആണെന്ന് വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ മുതൽ തന്നെ എനിക്ക് ബോധ്യമായിരുന്നു എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട്, പിന്നെ മിക്കവാറും ഇത് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കണക്കൂട്ടൽ അപ്പോൾ തന്നെ ഉണ്ടായി. കാരണം ആ സമയത്ത് നമ്മൾ ആ കോവിഡ് പേഷ്യൻസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള PPE പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഒന്നും കാര്യമായിട്ട് ഉപയോഗിക്കുന്നുമില്ലായിരുന്നു. ഏതായാലും അതിൻ്റെ ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞ്, ഒരു വെള്ളിയാഴ്ച ഞാൻ ജോലി കഴിഞ്ഞ് വന്നതാണ്. ശനിയാഴ്ച രാവിലെ ആണ് രോഗലക്ഷണങ്ങൾ ആരംഭിച്ചത്. കടുത്ത ശരീരവേദനയും തലവേദനയും ചെറിയ പനിയും തുടങ്ങി. അങ്ങനെയാണ് രോഗലക്ഷണങ്ങൾ ആരംഭിച്ചത്. അതങ്ങനെ ഒരു 4-5 ദിവസം ആ രീതിയിൽ അതങ്ങനെ പോയി. വൈഫിന് ഷോളിക്ക് ഏതാണ്ട് 6ാമത്തെ ദിവസമായിരുന്നു. ഷോളി എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാനിവിടെ ബോമൗണ്ട് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. മെഡിക്കൽ സർജിക്കൽ യൂണിറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇത് തുടങ്ങുന്ന ആ സമയത്ത് ഞങ്ങളുടെ ഫ്ലോറിൽ കോവിഡ് പേഷ്യൻ്റ് ഡയഗ്നോസ് ചെയ്ത പേഷ്യൻ്റ് അങ്ങ് വരാൻ തുടങ്ങിയതുണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് ഒരു 2 ആഴ്ചയായിട്ട് ഈ ഡയഗ്നോസ് ചെയ്യാത്ത പേഷ്യൻസ് ഞങ്ങളുടെ ഫ്ലോറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് PPE ഒന്നും കാര്യമായിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് സമയത്തും രോഗം തുടങ്ങാമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ഞാൻ ഇരുന്നത്. അതുകൊണ്ട് ഒരു ദിവസം ജോലിയും തന്നെയാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്, പനിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്, എന്തായാലും വരും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. എത്ര ദിവസം നമ്മൾ ഈ രോഗലക്ഷണങ്ങളായിട്ട് വീട്ടിൽ തങ്ങേണ്ടി വന്നു? എന്തൊക്കെയായിരുന്നു ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തത് ഇതിന് വേണ്ടിയിട്ട്? 2 ആഴ്ച രോഗലക്ഷണം ഏതാണ്ട് ഒരു 7-8 ദിവസങ്ങളെ നീണ്ടു നിന്നുള്ളൂ. പക്ഷേ എങ്കിലും ക്ഷീണവും പനിയും പിന്നെ ക്ഷീണവും വല്ലാത്ത ശരീരവേദന അങ്ങനെയുള്ളത് ഏതാണ്ട് 2 ആഴ്ചയോളം 14 ദിവസത്തോളം ഉണ്ടായിരുന്നു. നമ്മൾ വർക്ക് ചെയ്യുന്ന അവിടെ നിന്നുള്ള, ഇപ്പം ജെയിംസ് ഫിസിക്കൽ തെറാപ്പിസ്റ്റായിട്ട് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നു, ഷോളി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അവിടെ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഇതിന് ഇൻഫെക്റ്റഡ് ആയപ്പോഴത്തേന്? ഞങ്ങളൊക്കെ ഇതൊരു ആദ്യ ഘട്ടത്തിൽ തന്നെ വന്നവരാണല്ലോ. ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് കാര്യമായിട്ട് ഇല്ലായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ആ സമയത്ത് ടെസ്റ്റിങ്ങും എങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വേറെ ഒരു സപ്പോർട്ട് അവിടുന്ന് പ്രത്യേകിച്ചൊരു സപ്പോർട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാനിപ്പം ഇന്നലെ ജോലിയിൽ തിരികെ പ്രവേശിച്ചു. ഇപ്പോൾ പിന്നെ ഏറെക്കുറെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ ഹെഡ് ഗിയേഴ്സും മറ്റ് എല്ലാം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. തിരിച്ചിത് നമ്മൾ ഇതിന്ന് റിക്കവർ ചെയ്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേന് അവിടെ അവർക്ക് എന്തെങ്കിലും ഒരു പേടി വല്ലതും തോന്നുന്നുണ്ടോ? നിങ്ങളെ കൂടെ വർക്ക് ചെയ്യാനോ മറ്റുള്ള ആൾക്കാർക്ക്? എൻ്റെ ജോലി സ്ഥലത്ത് ധാരാളം പേഷ്യൻസിന് വന്നിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ്, ചില ഹിപ്പ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ എത്രമാത്രം എനിക്കത് ഡീറ്റെയിൽ പോയി പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പേഷ്യൻസ് വളരെയധികം പേഷ്യൻസിനെ ബാധിച്ചിരുന്നു. അതോടൊപ്പം ഞങ്ങൾ തെറാപ്പി ഞങ്ങളുടെ ടീമിൽ തന്നെ 8 പേർക്ക് വന്നിരുന്നു. അതിൽ
6 പേരും തിരിച്ച് ജോലിയിലെത്തി, 2 പേര് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു, അവരുടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏറെക്കുറെ ടീമിലൊരു കൂടുതൽ ആളുകൾക്കും ഒക്കെ വന്നിരുന്നത് കൊണ്ട് അതങ്ങനെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഇല്ല. പേഷ്യൻസിനാണെങ്കിലും മറ്റ് പിന്നെ ഡിപ്പാർട്ട്മെന്റുകളിലുള്ളവർക്കും ഒത്തിരി പേർക്ക് വന്നിരുന്നു. ജെയിംസും ഷോളി നാട്ടിലെവിടാണ്? ഞങ്ങൾ കണ്ണൂരാണ്, ഞങ്ങൾ 2 പേരും കണ്ണൂരാണ്. കണ്ണൂർ. നാട്ടിൽ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കോവിഡ് ബാധിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേന് അവര് എങ്ങനെ എടുത്തു ഈ ഒരു നാട്ടിൽ ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്നത് പോലെ ഇത്രയൊരു സമൂഹ വ്യാപനമൊന്നും നാട്ടിൽ ഉണ്ടാകാത്തത് കൊണ്ട് നാട്ടിൽ ഇതിനൊരു ഭീകരമായ ഒരു അവസ്ഥയിലാണ് കാണുന്നത്. ഞാൻ ആദ്യ നാളുകളിൽ അറിയിച്ചില്ല, അവരധികം പേടിക്കണ്ട എന്നൊക്കെ കരുതി. പിന്നെ ഒരു കുറച്ച് റിക്കവറായ ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് വീട്ടിലൊക്കെ അറിയിച്ചത് തന്നെ. നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്? എനിക്കാണ് ആദ്യം വന്ന് ഒരു 6-ാമത്തെ ദിവസമാണ് ഷോളിക്ക് വരുന്നത്. അപ്പോഴേക്കും സംഗതി മോശമാണ്. ഞങ്ങൾക്ക് 2 കുട്ടികളുമുണ്ട്. മോള് 11th ഗ്രേഡിലാണ്, മോന് 4th ഗ്രേഡിലാണ്, ചെറിയ ആളാണ്. അപ്പം കുട്ടികളായിരുന്നു ഒരു വലിയ കൺസേൺ, ഇവരെ എങ്ങനെ ഐസൊലേറ്റ് ചെയ്യാൻ കഴിയും, മാറ്റി നിർത്താൻ കഴിയും എന്നുള്ളത്. ഏതായാലും അവര് മോളും സാഹചര്യത്തിനൊത്ത് ഉയർന്നു. അവർ കൂടുതൽ നേരവും റൂമിൽ തന്നെ ക്വാറന്റീൻ ചെയ്തിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പുറത്ത് വരും. ഡിസ്പോസബിൾ പ്ലേറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു പോകും. പിന്നെ ഞങ്ങൾ 2 പേരും ഷോളിക്ക് വന്നപ്പോഴേക്കും തന്നെ എനിക്കൊരുമാതിരി പിന്നെ രോഗലക്ഷണങ്ങൾ കുറഞ്ഞിരുന്നു, ക്ഷീണമൊക്കെ കുറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റി. നമ്മുടെ മിഷിഗൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിട്രോയിറ്റിലുള്ള അവിടുത്തെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾ വളരെ സപ്പോർട്ടീവായിരുന്നു. ഞങ്ങൾക്ക് ഒരു പിന്നെ 2 ആഴ്ചയോളം കാര്യം പറഞ്ഞാൽ ഭക്ഷണവും ഒന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ നേരവും സുഹൃത്തുക്കൾ ഭക്ഷണം കൊണ്ടുവരും, പുറത്തു കൊണ്ട് വെക്കും, എന്നിട്ട് ഫോൺ വിളിച്ച് പറയും ഭക്ഷണം പുറത്ത് വെച്ചിട്ടുണ്ടെന്ന്. ഒരു നേരം തന്നെ ഉച്ചയ്ക്കൊക്കെ 2 പേര് കഞ്ഞിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കഞ്ഞിയും പയറും കറികളും ഒക്കെ ആയിട്ട്. സീരിയസ് ആയിട്ടുള്ള ചില സമയങ്ങളുണ്ടായിരുന്നല്ലോ, നമുക്ക് ഷോർട്ട്നെസ് ഓഫ് ബെർത്ത്, കോഫ്, പിന്നെ ഫീവർ. ആ സമയത്ത് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ അവരെങ്ങനെ ഇത് ടേക്കപ്പ് ചെയ്തു? കുട്ടികൾക്ക് ഭയം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. അവര് എല്ലാ ദിവസവും കുറച്ച് ദൂരം നിന്നുകൊണ്ടാണെങ്കിലും ചോദിക്കും, ഫോൺ വിളിക്കും എങ്ങനെയുണ്ടെന്നൊക്കെ. ഞങ്ങൾ വീടിനുള്ളിലാണേലും ഫോൺ വിളിച്ചൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, മാക്സിമം അവരെ മാറ്റി നിർത്താനായിട്ട്. പക്ഷേ നമ്മുടെ ആ ഒരു സിവിയറിറ്റി പരമാവധി അവരെ അറിയിക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർ കൂടുതൽ പേടിയും ആശങ്കയൊക്കെ അവർക്കുണ്ടാകും എന്നുള്ളത് കൊണ്ട്, ഇല്ല അത്ര സീരിയസ് ഒന്നും അല്ല, വിൽ ബി ഓക്കെ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ അവരെ കംഫർട്ട് ചെയ്ത്. അവർ ഓക്കെയാണ്? കുട്ടികൾ ഇപ്പോൾ എങ്ങനെയുണ്ട്? കുട്ടികൾ ഓക്കെയാണോ? ഇതുവരെ അവർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല, അവർക്ക് സിംറ്റം ഒന്നും ഇല്ല. അവര് എന്തൊക്കെ കെയർ ആണ് എടുത്തത്? മാസ്ക്, അതൊക്കെ അങ്ങനത്തുള്ള കെയറുകൾ അവരെടുത്തിരുന്നു? എന്തായിരുന്നു അവരെടുത്ത കെയർ? മാസ്ക് ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിനുള്ളിൽ ഞങ്ങളുടെ അടുത്ത് വരാനൊക്കെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ മാസ്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഹാൻഡ് വാഷിംഗ് ഒക്കെ നിർബന്ധമായിട്ട് ആ സോപ്പ് ഉപയോഗിച്ച് തന്നെ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് കൈ കഴുകും എന്നല്ലാതെ ഈ 20 സെക്കൻഡ് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുന്ന ഒരു ശീലം, ആ രീതിയിലുള്ള ഒരു ശീലങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ചെറിയ മോനെയാണെങ്കിലും അത് ട്രെയിൻ ചെയ്തിരുന്നു. ഏത് പ്രതലത്തിൽ സ്പർശിക്കാൻ ഇട വന്നാലും സോപ്പ് ഉപയോഗിച്ച് തന്നെ കൈ കഴുകാനുള്ള ഒരു ശീലമാക്കി അവരോടത് നിർബന്ധ ബുദ്ധിയോടെ അത് ചെയ്യാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു മാസ്ക് ഞങ്ങളുമായിട്ട് അധികം സമ്പർക്കത്തിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ആ ദിവസങ്ങളിൽ ഉണ്ടായില്ല. പരമാവധി അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. എങ്കിലും അവർ മാസ്ക് ഉപയോഗിക്കുമായിരുന്നു. പിന്നെ മറ്റു കാര്യങ്ങൾ, ഭക്ഷണമൊക്കെ അവർ തന്നെ സ്വയം വന്ന് എടുത്ത് കഴിച്ച് ദൂരെ മാറി നിന്ന് ക്വാറന്റൈൻ ചെയ്ത് പോവുകയാണ് ഇത്. ഷോളി, ഈ ഒരു രോഗബാധിതരായ അല്ലെങ്കിൽ രോഗബാധിത എന്നുള്ള നിലയിൽ ഇത് ഇരിക്കണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? അല്ല, എൻ്റെ ഒരു പ്രൊഫഷൻ്റെ നേച്ചർ വെച്ച് നോക്കുമ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒത്തിരി കേസസ് എനിക്ക് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒത്തിരി കേസസ് ആയായിരുന്നു. അപ്പം നമുക്ക് എന്താണേലും വരാതെ ഇരിക്കാനുള്ള, നമ്മൾ പ്രൊട്ടക്ഷൻ ഉള്ള സംഭവങ്ങൾ, ഹാൻഡ് വാഷിങ് ഇതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വരും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. എന്ന് ചോദിച്ചാൽ എനിക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ കൂടത്തിൽ ജോലി ചെയ്യുന്ന 14 പേര് അതിനു മുമ്പേ തന്നെ ലീവിലായിരുന്നു ഇത് കാരണം. അപ്പം പിന്നെ പേഷ്യന്റിന്റെ എക്സ്പോഷറും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം എന്തായാലും വരുമെന്ന് ഉറപ്പായിരുന്നു. പിന്നെ ആകെയുള്ള ഒരു പേടി, നമ്മൾ കേൾക്കുന്ന പോലെ ഇത് പലരിലും പല രീതിയിലാണല്ലോ വരുന്നത്, അതിന്റെ ഒരു സിവിയാരിറ്റി. അതുകൊണ്ട് അത് എത്രത്തോളം ഒക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ടെൻഷൻ മാത്രമേ ഇത് വന്ന സമയത്ത്, തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഭൂമിയിലെ മാലാകന്മാരാണല്ലോ നഴ്സുമാരും അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ ചെയ്യുന്ന എല്ലാവരും. അതിൻ്റെ കുറച്ചുകൂടെ ഒരു വാല്യൂ ഇപ്പം ലോക ജനത മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു സമയത്തും നമ്മളോടൊപ്പം വന്ന് ഇത്രയും സമയം ചെലവഴിച്ചാൽ. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ജെയിംസിനും ഷോളിക്കും പറയാനുള്ളത്?
പ്രിക്കോഷൻ എടുക്കുക, എല്ലാ തരത്തിലുമുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, മാസ്ക് ഉപയോഗിക്കുക, കൈ കഴുകുക, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു ധാരാളം അവയർനെസ് ഇപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് നിർബന്ധപൂർവം പാലിക്കുക. പക്ഷേ എങ്കിലും ഒരു ഭീതിയുടെ ആവശ്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു വലിയ വിഭാഗം ആളുകൾക്കും ഇത് വളരെ മൈൽഡ് സിംറ്റമായിട്ട് വന്നു പോകുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ വല്ലാതെ പേടിക്കുകയും നമ്മുടെ സ്ട്രെസ് ലെവൽ കൂട്ടുകയും ഒന്നും ചെയ്യേണ്ട. ധീരമായി തന്നെ ഇരിക്കുക. ഇനി അഥവാ അസുഖം പിടിപെടുന്ന ഒരവസ്ഥ ഉണ്ടായാലും പരമാവധി വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നേരിടുക. പിന്നെ വേണ്ടത്ര പ്രിക്കോഷൻ എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ജെയിംസ് ആൻഡ് ഷോളി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിജു. അവനിയർ എൻക്ലെക്സ് സൊല്യൂഷൻസ് അമേരിക്കൻ ഡ്രീംസ് പവർഡ് ബൈ ജിജി തോമസ് റിയൽറ്റർ, കോ പ്രസന്റഡ് ബൈ ടേസ്റ്റ് ഓഫ് കേരളയിൽ ഒരിടവേള. കൂടുതൽ വിശേഷങ്ങളുമായി തിരിച്ചുവരാം. Hi, I'm Jansi, founder of Avenir NCLEX. In these dark times, we have received a shimmer of light from Guards of NCLEX. Until June 30, NCLEX will only receive 60 to 130 questions of 4-hour test. This is a golden opportunity for all NCLEX test takers. And to take advantage of this, we are launching a 1-month program starting April 1st. Cannot come to class? That's okay. We will come to you with our online platform. Just follow our easy guidelines and pass NCLEX. Receive a 10% discount when you bring a friend. പപ്പ, എന്ത് പറ്റി? നിങ്ങൾ ന്യൂയോർക്കിൽ നിന്നും ഡാളസിലേക്ക് മാറുകയല്ലേ? അപ്പോ അവിടെ വീടെങ്ങനെ ശരിയാക്കുന്ന എന്റെ വിഷമം. അതാണോ കാര്യം? വീട് വാങ്ങുന്നതിന്റെ ആദ്യ പടി മുതൽ താക്കോൽ ലഭിക്കുന്നത് വരെ കൂടെ നിൽക്കാൻ ഭീമിലെ ജിജിയുണ്ട്. ജിജിയോ? നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന റീസെയിൽ വാല്യൂ ലഭിക്കുന്ന വീട് കണ്ടെത്താനും ഇൻസ്പെക്ഷൻ നടപടികൾ പൂർത്തിയാക്കുന്ന കാര്യവും ജിജി നോക്കിക്കോളും. എല്ലാ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും നമ്മുടെ ഒരു സുഹൃത്തിനെ എന്ന പോലെ ജിജിയും കുടുംബവും കൂടെ നിൽക്കും. സമാധാനമായോ? ആയോടി കാന്താരി, സഫലമാവട്ടെ നിങ്ങളുടെ വീടെന്ന സ്വപ്നം. പ്ലീസ് കോൺടാക്ട് 972-805-6326. മരിയമ്മയുടെ രുചിക്കൂട്ടുകൾ, പരമ്പരാഗതം, പ്രകൃതിദത്തം, രുചികരം. ടേസ്റ്റ് ഓഫ് കേരള ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി. The TC Chaco Organization of Dallas is proud to present its brand new multi-million-dollar real estate development. This lavish office complex houses over a dozen units, with only a select few remaining for sale. But hurry fast, as multi-billion-dollar companies have already claimed much of this exclusive office space. The TC Chaco Organization of Dallas is a prime real estate developer in the Texas area with millions of dollars in real estate holdings, from office complexes to lake houses. They specialize in building elegant real estate investments in lucrative areas. The TC Chaco Organization of Dallas. ബാഹുബലിയിലെ ഫൈറ്റ് സീൻ. അങ്കിൾ, കർത്താവേ, ആ കറി മുഴുവൻ തീർത്തോ? കുറച്ച് മുളക് ചതച്ചതിരിപ്പുണ്ട്, അതുകൂട്ടി കഴിക്കാൻ രണ്ടുപേർക്കും. ഇന്ന് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കണം നമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹലോ, കാശ്മീർ ഗാർഡൻസ് അല്ലേ? ഇന്ന് അവിടെ എന്തൊക്കെ കറികളുള്ളത്? ആണോ? അടിപൊളി. ബിരിയാണി, ബീഫ് ഫ്രൈയും. കാശ്മീർ ഗാർഡൻ സൂപ്പർ മാർക്കറ്റ്. എല്ലാവിധ കറികളും ബിരിയാണികളും ബീഫ് ഫ്രൈയും ഉൾപ്പെടെ നാട്ടിലെ നാവൂറും രുചികൾ ഇപ്പോൾ ഫിലാഡൽഫിയയിലും. അക്ഷരമുറ്റത്തിന്റെ സ്പന്ദനങ്ങളുമായി അമേരിക്കൻ മലയാളികളുടെ ആനുകാലിക വാർത്തകൾക്ക് മുൻതൂക്കം നൽകി നിങ്ങളിലെത്തുന്നു കേരള എക്സ്പ്രസ്. നേരറിയാൻ, നേരത്തെ അറിയാൻ. KM ഈപ്പൻ, ചീഫ് എഡിറ്റർ. ജോസ് കണിയാലി, എക്സിക്യൂട്ടീവ് എഡിറ്റർ. കേരള എക്സ്പ്രസ്. വായിക്കുക, വരിക്കാരാകുക. 630-728-7956. ഇമെയിൽ news@keralaexpress.com. വെബ്സൈറ്റ് www.keralaexpress.com. ഈ പാൻഡമിക് സമയത്ത് പ്രവാസികളായ ഇന്ത്യൻ വംശജരെ ഇന്ത്യയിൽ എത്തിക്കാനായി ആരംഭിച്ച വന്ദേ ഭാരത് മിഷന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി പുരോഗമിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നു ഷിക്കാഗോ ഓഹെയർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സുബി. മാസങ്ങൾക്കൊടുവിലെ കാത്തിരിപ്പിന് ശേഷം അമേരിക്കയിൽ കുടുങ്ങിപ്പോയവർക്ക് ആശ്വാസമായി വന്ദേ ഭാരത് മിഷനിലൂടെ ഏകദേശം 319 പാസഞ്ചേഴ്സാണ് ഇന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നത്.
വന്ദേ ഭാരത് മിഷനിലൂടെ അമേരിക്കയിലെ ഇന്ത്യൻ കൗൺസിലേറ്റും എയർ ഇന്ത്യയും ചേർന്നാണ് ഈ ദൗത്യം പൂർത്തിയാക്കുന്നത്. മെയ് 7 ആരംഭിച്ച വന്ദേ ഭാരത് മിഷനിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 2 ലക്ഷത്തിനടുത്ത് പ്രവാസികളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 4000 പേർ അമേരിക്കയിൽ നിന്നുമാണ്. എയർപോർട്ടിലെ പ്രാരംഭ നടപടിക്രമങ്ങളുടെ ഭാഗമായി ടെമ്പറേച്ചർ ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത്. ബോഡി ടെമ്പറേച്ചർ 99 ഡിഗ്രി കൂടുതലുള്ളവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാർ 6 മണിക്കൂർ മുൻപെങ്കിലും എയർപോർട്ടിൽ എത്തേണ്ടതാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മറ്റു കടമകളും കടന്നിട്ട് വേണം ചെക്ക് ഇൻ ചെയ്യാൻ. തികഞ്ഞ ആശങ്കയോടും ഏറെ ജാഗ്രതയോടും കൂടിയാണ് എയർ ഇന്ത്യ മാനേജ്മെന്റും ഷിക്കാഗോ ഇന്ത്യൻ കൗൺസിലേറ്റും ഈ പാസഞ്ചേഴ്സിന് യാത്രയൊരുക്കിയത്. ഇപ്പോൾ ഷിക്കാഗോയിൽ നിന്ന് പുറപ്പെടുന്ന ഫ്ലൈറ്റിൽ ഹൂസ്റ്റൺ, ഷിക്കാഗോ, അറ്റ്ലാന്റ എന്നീ ഇന്ത്യൻ കൗൺസിലേറ്റിന്റെ മേൽനോട്ടത്തിലുള്ള വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നത്. അമേരിക്കയുടെ വിവിധ നഗരങ്ങളായ ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ, ഹൂസ്റ്റൺ, ഷിക്കാഗോ എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ എയർ ഇന്ത്യ സർവീസുകൾ വന്ദേ ഭാരത് മിഷനിലൂടെ വരും ദിവസങ്ങളിൽ നടപ്പാക്കുന്നുണ്ട്. We all are really proud of you guys. How do you feel? It's a proud moment for us also because it's a moment where we are helping the country take back stranded citizens. Maybe they've been here long enough. Don't know what hardships they've gone through here. Yeah, it is. We need to take prevention, but at the end of the day, that's what Air India stands for. It's a duty. We are doing the duty for the government, by the government. It is a government airline. So, yes, in a way, we feel proud that we are able to help our fellow citizens. ഇന്ത്യയിലെത്തി 14 ദിവസത്തെ ക്വാറന്റൈന് ശേഷം സ്വന്തം വീട്ടിൽ എത്താമെന്നുള്ള ആഗ്രഹത്തോടും ആവേശത്തോടും കൂടിയാണ് 319 യാത്രക്കാർ ഷിക്കാഗോയിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഷിക്കാഗോയിലെ ഒഹൈർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഫ്ലവേഴ്സ് TV USA വേണ്ടി സുധി. ലോകമെങ്ങുമുള്ള മുസ്ലിം ജനത ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. കോവിഡ് മഹാമാരിയുടെ പിടിയിലെങ്കിലും അമേരിക്കയിലും മുസ്ലിം കുടുംബങ്ങൾ വീടുകളിൽ പ്രാർത്ഥനകളിൽ മുഴുകിയും ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയും പെരുന്നാൾ ആഘോഷിച്ചു. എല്ലാ കൊല്ലവും വളരെ ഗംഭീരമായ രീതിയിൽ വിഭവസമൃദ്ധമായിട്ടുള്ള ഇഫ്താർ പെരുന്നാൾ സംഘടിപ്പിക്കാറുണ്ട്. കൂട്ടുകാരുണ്ടാവും, നമ്മുടെ അയൽവക്കത്തുള്ള എല്ലാവരും ഉണ്ടാവും. ഇത്തവണ കോവിഡ് ആയതുകൊണ്ട് അവരവരുടെ വീട്ടിൽ ചെറിയ തോതിൽ ഉള്ള ഇഫ്താർ പെരുന്നാൾ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സലീം, ഭാര്യ നബീസ, മകൾ അൻസിയ, മകൻ അനസ്. ഞങ്ങൾ 14 കൊല്ലമായി അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലാണ് താമസിക്കുന്നത്. നാട്ടിൽ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിലായിരുന്നു. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇഫ്താർ വളരെ ചുരുങ്ങിയ തോതിൽ. നമുക്കറിയാലോ, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കേണ്ടത് ഒരു സമയമാണല്ലോ. എന്തായാലും ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നാട്ടിൽ നമുക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈദാശംസകൾ നേരുന്നു. Hello, it's Anif from New Jersey. Eid wishes to everybody. I'm originally from Kondroti, Kerala, settled down in New Jersey. And this is my little family, Shahini, Hanif, my wife, and 2 boys left and right, Oscar Hansha and Huzan Hansha. Wish you all a happy Eid. നമസ്കാരം, എൻ്റെ പേര് നിസാം തീപുര. 30 വർഷമായി അമേരിക്ക വന്നിട്ട് ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയയിലാണ്. ഇവരുടെ ഫാമിലി: ഞാൻ ഈഡൻ, ഞാൻ ആരിക്, ഐഷ. ലോകം മുഴുവൻ കൊറോണ വൈറസിന്റെ ഭീതിയിൽ കഴിയുന്ന ഈ സമയത്ത് ഞങ്ങൾ ചെറിയ രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ പേര് അൻസാർ കാസിം. ഇതെൻ്റെ കുടുംബം: യാസ്മീൻ കാസിം, സയാൻ, ആഷലീന. ഞങ്ങളിവിടെ അമേരിക്കയിൽ ന്യൂജേഴ്സി എന്ന സ്ഥലത്ത് ബാസ്കിംഗ് റിഡ്ജ് എന്ന സിറ്റിയിലാണ് ഞങ്ങളുടെ താമസം. ഞങ്ങളിവിടെ അമേരിക്കയിൽ വന്നിട്ട് ഒരു 15 വർഷമായി കാണും അല്ലേ? 16 വർഷമായി. ഞങ്ങളിവിടെ വന്ന സമയത്തൊക്കെ ഇവിടെ അടുത്തൊന്നും പള്ളികളില്ലായിരുന്നു. അപ്പോൾ ഈദ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് ഒരു 30-40 മൈലൊക്കെ വണ്ടി ഓടിച്ചു പോയി. അന്ന് അലീന ജനിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ആ വണ്ടി ഓടിച്ചു പോയിട്ടൊക്കെയായിരുന്നു ഞങ്ങൾ ഈദ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 16 വർഷത്തിനുള്ളിൽ ഇവിടെ അടുത്തൊക്കെ പള്ളികളായി.
ഞങ്ങൾക്കിവിടെ ബാസ്കിംഗ് റിഡ്ജിൽ തന്നെ ഞങ്ങൾക്കൊരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 5-8 വർഷമായിട്ട് ഞങ്ങൾ ബാസ്കിംഗ് റിഡ്ജിൽ പള്ളിയിൽ പോയിട്ടാണ് ഈദ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കറിയാം ഇപ്പം ലോകം മുഴുവൻ ഒരു പാൻഡമിക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇത്തവണത്തെ ഈദ് സെലിബ്രേഷൻ വീട്ടിൽ വെച്ചായിരിക്കും. എന്നിരുന്നാലും കുടുംബസഹിതം ഈദ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നത് തന്നെ അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഈദ് ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും. ഈദ് മുബാറക്. കൂടുതൽ വിശേഷങ്ങളുമായി തിരിച്ചുവരാം. അവനിയർ എൻക്ലേവ് സൊല്യൂഷൻസ് അമേരിക്കൻ ഡ്രീംസ് പവർഡ് ബൈ ജിജി തോമസ് റിയൽറ്റർ, കോ പ്രസിഡന്റ് ബൈ ടേസ്റ്റ് ഓഫ് കേരളയിൽ ഒരിടവേള കൂടി. Hi, I'm Jansi, founder of Avenir NCLEX. In these dark times, we have received a shimmer of light from Guards of NCLEX. Until June 30, NCLEX will only receive 60 to 130 questions of 4-hour test. This is a golden opportunity for all NCLEX test takers. And to take advantage of this, we are launching a 1-month program starting April 1st. Cannot come to class? That's okay. We will come to you with our online platform. Just follow our easy guidelines and pass NCLEX. Receive a 10% discount when you bring a friend. മരിയമ്മയുടെ രുചിക്കൂട്ടുകൾ പരമ്പരാഗതം പ്രകൃതിദത്തം രുചികരം. ടേസ്റ്റ് ഓഫ് കേരള ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി. Reliable Tax and Accounting, Parkridge, Illinois. Hello, I'm Thomas V. Ausep, CPA. In US, there were tremendous tax law changes in 2018. We help to plan and maximize your tax benefits and file your income taxes for personal, corporations, and partnerships according to the new tax law changes. We specialized income tax and sales tax preparation, new business incorporation, help to coordinate with your bank for mortgages and business loans, prepare and execute quitclaim deeds for property ownership transfers, notary public services. Thomas V. Ausef, CPA, Reliable Tax and Accounting, 2644 East Dempster Street, Suite 110, Parkridge, Illinois. Phone 224-622-9978, cpataxfiling.com. Investors, NRIA is making a special accommodation to help at this time. Under the stimulus law, you are now allowed to borrow $100,000 from your 401k or IRA at low rates and invest for 10% cash flow with monthly electronic payments. Keep your stock positions and upside while diversifying into real estate for 10% cash flow with $750 million of new construction backed by a proven 14-year track record. Visit us at nria.net or call 201-210-2727. Joseph V. Thomas, Allstate Insurance Company. Top award-winning Allstate agency located near you. Call Joseph V. Thomas at 718-831-6500. Joseph V. Thomas, also known as Reggie Valiakala, serving the community for last 30+ years. Our office, Union Turnpike, Floral Park, New York. Email josephthomas@allstate.com. Allstate, you are in good hands. Harry Pillai, Certified Public Accountants, Richardson, Texas. We are a full-service accounting firm licensed in Texas. We offer a broad range of services for business owners, executives, and independent professionals. We are affordable, experienced, and friendly. Please call us today at 972-203-2010. Harry Pillai, Certified Public Accountants, Richardson, Texas. harrycpa.com. ഇന്ത്യൻ അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റൺ നഴ്സസ് ഡേയുടെ ഭാഗമായി വെർച്വൽ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ 200ാം ജന്മദിനം ആഘോഷിക്കുന്ന 2020 WHO ഇന്റർനാഷണൽ ഇയർ ഓഫ് നഴ്സസായി പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടും ഉചിതമാണെന്ന് പ്രസിഡന്റ് അക്കാമ കല്ലേൽ പറഞ്ഞു. COVID-19 പാൻഡമിക് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സായി പ്രവർത്തിക്കുന്ന എല്ലാ നഴ്സിംഗ് പ്രൊഫഷണൽസിനും അസോസിയേഷൻ തങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പിന്തുണയും പ്രഖ്യാപിച്ചു. നഴ്സിംഗ് വെറും ഒരു തൊഴിലല്ല, നിസ്വാർത്ഥമായ സേവനം എന്നുള്ളത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ്. ഈ COVID-19 പാൻഡമിക്കിൻ്റെ ഇടയിൽ ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ നിസ്വാർത്ഥതയും അവരുടെ സേവനവും അവരുടെ ത്യാഗവും എല്ലാം നമ്മളെല്ലാവരും കണ്ടു. ദേശീയ നഴ്സസ് ദിനം ആചരിക്കുന്ന ഈ വേളയിൽ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ 200ാമത്തെ ബർത്ത്ഡേ കൂടി ആഘോഷിക്കുന്നു എന്ന സവിശേഷത കൂടിയുണ്ട്. Hi, my name is Akkama Kallel. I am the current president of the Indian American Nursing Association of Greater Houston.
This year's Nurses Day is very special and will be remembered in history forever. It is so timely that the World Health Organization designated 2020 as the International Year of the Nurse to honor the 200th anniversary of Florence Nightingale's birth. The supreme sacrifice and the courageous work of nurses and other healthcare providers in the face of COVID-19 does indeed honor Florence Nightingale. Let's be like Florence Nightingale, make a difference in nursing with our amazing contribution to the healthcare and to the society we live in, and continue the legacy of Florence Nightingale. Today, we remember all our fallen heroes who made the ultimate sacrifice in the fight against COVID-19. We wish all our nurses all over the world a very happy Nurses Week. Stay strong, stay blessed. Nurses make up the bulk of the healthcare system, and we're against the pandemic caused by the COVID-19, which was a public health emergency. It created a lot of emotional stress among the nurses, but we nurses battled against this pandemic as real-time heroes. Happy Nurses Week to everyone. As the year 2020 is designated as the year for nurse and midwife, the Indian Nurses Association of Greater Houston planned for a big event for nurses celebration this year. Due to the recent COVID-19 pandemic issues, we couldn't make it happen. So we planned for a virtual celebration. We requested all the Indian nurses to share their experience during this pandemic, both their personal and professional life. Apart from the great speakers, a well-known psychiatrist, Dr. Gushalani, talked about stress management during pandemic, which was very relevant to current situation. I wish all the nurses happy Nurses Week. Stay healthy, stay safe. Hi everyone, I am Raina Rock, working as a clinical nurse leader. Nurses superheroes in scrubs. This pandemic has made extremely clear that the nurses are the frontline staff who is working for the safety of the community, countries and the whole world. Joining organizations like AINA gives you the highest opportunity to serve larger communities of our country. For example, our AINA has distributed plenty of handmade masks to the community and hundreds of N95 masks to the hospitals. AINA also distributed meals in connection with other organizations, and they fed a lot of needy people. I take this opportunity to wish all my fellow nurses in the world a happy Nurses Week. Stay blessed and stay safe. Hello everybody, this is me Jeannie, the Secretary of Indian American Nurses Association, Greater Houston. In this COVID world, nurses are all superheroes, and I'm so happy and proud to be a nurse and follow Florence Nightingale's footsteps. Happy Nurses Day and thank you everybody. Happy Nurses Week 2020. Stay safe, stay strong. ലോകമെമ്പാടുമുള്ള നഴ്സുമാർക്ക് എല്ലാവർക്കും ഹാപ്പി നഴ്സസ് ഡേ 2020. എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ സേഫ്. Avenir Enclex Solutions American Dreams powered by Gigi Thomas Realtor, co-presented by Taste of Kerala ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നോർത്ത് അമേരിക്കൻ മലയാളികളുടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച കാണാം. ഞാൻ ജിനു വിശാൽ. നമസ്കാരം.